ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ശ്രുതിയുടെ കൈ വിരൽ ഒടിക്കുവാണ് കേട്ടോ, പിടിച്ച് അച്ഛനെ പറ്റി പറയുമ്പോൾ. അത് കഴിയുമ്പോഴത്തേക്കും ശ്രുതി ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പറയണം, വാ സച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ്. കൂടെ ശ്രീകാന്ത് പോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലോട്ട്. കഴിഞ്ഞ് സച്ചി വീട്ടിലിറങ്ങിയിട്ട് രേവതിയോട് പറയും, മനസ്സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. ഇപ്പോഴും നിനക്ക് എന്നെ തെറ്റ് പറയാനാണോ അല്ലേ, ഇപ്പം ഞാൻ വഴക്കുണ്ടാക്കിയതും തെറ്റാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ്, അല്ല തെറ്റല്ല, പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ നമ്മുടെ കല്യാണത്തെ പറ്റി അവർ പറഞ്ഞപ്പോൾ തന്നെ കൊടുക്കേണ്ടതായിരുന്നു, സഹതാപ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും ചെറുതായിട്ട് ചിരി വരുവാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, വാ ഇവിടെ അടുത്തൊരു സാധാ ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി പൊറോട്ടയും എന്തെങ്കിലും കറിയും കൂടെ കൂട്ടി കഴിക്കാമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രേവതി പറയും, വേണ്ട വീട്ടിൽ പോകാം, വല്ലോ പഴവും കഴിക്കാം, ഇനി അവിടെ ചെന്നിട്ട് ഇനി അമ്മയുടെ മുഖം കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴാന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് നേരം ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ഒരു വഴക്കുണ്ടാക്കണമല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കൈയൊക്കെ രണ്ട് വിരലൊക്കെ കൂട്ടി കെട്ടി വെച്ചൊക്കെ വരുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് പഴം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീനെ വീണ്ടും സച്ചി കളിയാക്കുവാണ്. ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഈ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുമല്ലോ, അതുപോലെയല്ലേ ഇവൻ്റെ കൈ, അതെന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പീസ് ഔട്ട് എന്നൊക്കെ പറയുവാണേ. അതുപോലെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര സുധീനെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറയുവാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കളിയാക്കലൊരു പരിധി കഴിയുമ്പോഴത്തേക്കും ശ്രുതി പറയുക, ഈ നിങ്ങളെന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓവറാവും, നിങ്ങൾ സിവിലൈസ്ഡായിട്ട് പെരുമാറാനൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുക, ഞാനെന്തിനാണ് സിവിൽ എഞ്ചിനീയറിനെ പോലെ പെരുമാറുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ ദേഷ്യം വരുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര സച്ചിനെ കുറേ വഴക്ക് പറയുവാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുവാണ്, എന്തിനാ അമ്മ എൻ്റെ ഹസ്ബൻഡിനെ വഴക്ക് പറയുന്നത്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുടിയും റൗഡിത്തരവാന്നൊക്കെയാണല്ലോ ശ്രുതി പറഞ്ഞത്, അത് പറയാനുള്ള അവകാശം ശ്രുതിക്കാൻ എന്താ ഉള്ളത്, പുള്ളി കാശുണ്ടാക്കി പുള്ളി കുടിക്കുന്നു, അതിന് പുള്ളിയുടെ ശരീരത്തിന് മാത്രമേ കേടുണ്ടാവുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ മറ്റുള്ളവരുടെ ജീവിതവും കൂടെ വെച്ചല്ല കളിക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, പക്ഷേ നല്ല ദേഷ്യം വന്നിരിക്കുവാണ് കേട്ടോ ശ്രുതിക്ക്. ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ എങ്ങനെ ജീവിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ നീ സമാധാനമായിട്ടിരിക്കുക, ടെൻഷൻ ആവല്ലേ എന്ന് പറയുവാണ്. നേരെ മറിച്ച് രേവതിയോട് പറയുന്നുണ്ട്, നീ മിണ്ടിപ്പോരുത്, വാ അടച്ച് എവിടെയെങ്കിലും ഇരുന്നോണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അവൾ പറഞ്ഞപ്പം ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നിട്ട് രേവതി പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും പിന്നെയും ശ്രുതിനെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി എഴുന്നേറ്റ് പറയുവാണ്, ഇനി നീ അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ ബാക്കി പറയാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയാണ്, എന്ത് പറയും നീ, അതിന് പറയാൻ നിനക്ക് വേണ്ടേ, നീ എന്നെ അടിക്കുവാടാന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ശ്രുതി, അടിക്കും എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ചാടി വീഴുവാണ് കേട്ടോ, വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് സച്ചിനെ. അപ്പോഴത്തേക്കും ആദ്യം ശ്രുതിയാണ് കേട്ടോ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നേരെ കൈ ഓങ്ങരുതെന്നും പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, ഇല്ല നിൻ്റെ ഹസ്ബൻഡ് നേരെ കൈ ഓങ്ങുന്നില്ല, അവൻ എനിക്കൊരു 50 ലക്ഷം രൂപ തരാനുണ്ട്, അത് തരട്ടെ, തന്നു കഴിഞ്ഞാൽ ഞാൻ കൈ ഓങ്ങുന്നില്ല, ഒരു വാക്കും മിണ്ടൊന്നുമില്ല എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി അങ്ങ് പതറിപ്പോവാണ്. എന്നിട്ട് ശ്രുതിനെ നോക്കുന്നുണ്ട്. ശ്രുതി ആകെ ഇങ്ങനെ വേർത്ത് നിൽക്കുവാണ്, കാരണം കാശെടുക്കാനില്ലാന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ് പിന്നെയും വഴക്കാവുകയാണ് കേട്ടോ. പിന്നെയും വഴക്കാവുമ്പോഴത്തേക്ക് എല്ലാം കണ്ട് മടുത്ത് ക്ഷമ കേട്ട് രവീന്ദ്രൻ എഴുന്നേൽക്കുവാണ്. രവീന്ദ്രൻ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഉദ്ദേശിച്ചേക്കുന്നത്, എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്നും ചെവി കേൾക്കാൻ പാടില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ ഞാൻ ഇരിപ്പുണ്ട്, ഇത്രയും നാൾ അധ്വാനിച്ച കുടുംബത്തിന് വേണ്ടിയാണ്, എന്നിട്ട് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ഓർത്തിട്ടാണ് വയസ്സാകാലത്ത് ഇങ്ങോട്ട് വന്നത്, ഇനി അതും സമ്മതിക്കുകയല്ല എന്നാണോ എല്ലാവരും ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുമില്ലേലും ഒരേ ചോരയല്ലേ, ഏട്ടനും അനിയനും അല്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മറ്റുള്ള നാട്ടുകാരെയും കൊണ്ട് പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള കാരണം നിങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, നീയാണ് ഇവർക്കിടയിൽ ഇത്രയും അകലം ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം, ഒരു മകനെ എടുത്ത് തലയിൽ വെക്കുക, മറ്റേനെ എടുത്ത് തറയിലിടുക, അതാണ് നിൻ്റെ സ്വഭാവം, നീ ഒറ്റൊരാൾ കാരണം ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ ചന്ദ്രയോട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മടുത്തിട്ട് രവീന്ദ്രൻ പറയുവാണ്, കുറച്ച് സമാധാനത്തോടെ ഇനിയുള്ള കാലം ജീവിക്കണം എന്നോർത്താ വന്നേ, ഇനി ആരും അത് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല, അത് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം, അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്കും ശ്രീകാന്തിനും സച്ചിക്കൊക്കെ ഭയങ്കര വിഷമമാണ്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ശ്രീകാന്ത് ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടുവരും, ആ പെങ്കൊച്ചും ഇതൊക്കെയാണോ ഇവിടെ കാണേണ്ടതെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയും രേവതി ഇതൊക്കെ കേട്ടൊന്നും മിണ്ടാതെ മാറി സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും മക്കളെല്ലാം ചേർത്ത് പിടിച്ചിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോരയാന്ന് ഓർത്ത് ജീവിക്കണം,
എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് വിഷമമാവുകയാണ് കേട്ടോ. അവർ പരസ്പരം നോക്കുന്നുണ്ട്, ഒന്നും പറയുന്നൊന്നുമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ മരുമക്കളോട് പറയുക, നിങ്ങൾ ഒന്നായിട്ട് നിന്നെങ്കിൽ മാത്രമേ കുടുംബം ഒന്നായിട്ട് നിൽക്കുള്ളൂ, നിങ്ങൾ എന്തിനാണ് പരസ്പരം ഇവർക്ക് വേണ്ടി അടിയുണ്ടാകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിയും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ അവരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, മക്കളെ പല തരത്തിൽ കാണാതെ ഒറ്റ തട്ടി കാണാൻ നീ പഠിക്കുക, അപ്പം തന്നെ ഈ കുടുംബത്തിലെ പകുതി പ്രശ്നം തീരും, ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് സച്ചി ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയുടെ തോളിൽ തട്ടിയിട്ട് രവീന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ. വിഷമിച്ചിരിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.